നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീട് തുടച്ച് വൃത്തിയാക്കിയത് ഏട്ടത്തിയത് ഭംഗിയായിട്ട് ചെയ്തു. ഇന്നലത്തെ മത്സരത്തില് ഏട്ടത്തി എന്നെ തോൽപ്പിക്കുകയും ചെയ്തു. അതെ, വളരെ ഭംഗിയായിട്ട് ചെയ്യണം. ഒരു പൊടി പോലും ഉണ്ടാവരുത്, കേട്ടല്ലോ? ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും, ആരെങ്കിലും ഉണരുമോ? ചെറിയ ശബ്ദം കേട്ടാലൊന്നും ഇവിടെ ആരും ഉണരില്ല എന്ന് കരുതി ഒരുപാട് ശബ്ദം ഉണ്ടാക്കാൻ നിക്കണ്ട. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്കണം. ഇത് കഴിഞ്ഞ് പൂജാമുറി ഒരുക്കണം. ആദ്യം ഞാൻ വീട് തുടച്ച് വൃത്തിയാക്കാം, എന്നിട്ട് നമുക്ക് പൂജാമുറിയിലേക്ക് പോവാം. എന്തെങ്കിലും ഒന്ന് ചെയ്, പെട്ടെന്ന് വേണം. പോ. ഞാൻ പറഞ്ഞതുപോലെ അവളെ രാധികയെ വിളിച്ചു വരുത്തിയത് കണ്ടില്ലേ? അതെ, ഞാൻ മുത്തശ്ശിയുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അതെന്തിനാ? ഇത്രയും ബുദ്ധിയുള്ള തലകളൊന്നും പെട്ടെന്ന് ഈ ഭൂമിയിൽ പോകാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും രാധിയെ കാണുന്നതോ ഒക്കെ, പക്ഷേ വേറെ ആരെങ്കിലും രാധിയെ കണ്ടാലാ പ്രശ്നം. നമുക്ക് എല്ലാവരുടെ മുറികൾ പുറത്തുനിന്ന് പൂട്ടിയാലോ? മിണ്ടാതിരിക്കട. പുറത്തു നിന്ന് പൂട്ടിയാൽ അതും ഒരു പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും എഴുന്നേൽക്കുന്നെന്ന് തോന്നിയാൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സിഗ്നൽ കൊടുത്താൽ മതി. ഇങ്ങോട്ട് എനിക്ക് നിൽക്കൂ. മേളിലൊക്കെ അടിക്കണം. വേഗം ചെയ്യൂ. ഇങ്ങനെയാണോ ചെയ്യുന്നത്? നല്ലോണം ചെയ്യും. എനിക്ക് തന്നെ മത്സരത്തിൽ ജയിക്കണം. നല്ല ക്ലീൻ ആയിരിക്കണം. ഒന്ന് പെട്ടെന്ന് ചെയ്യേ. പെട്ടെന്ന് ചെയ്യാം. ഇതൊന്ന് കളയോ? അയ്യോ, തന്നെ അങ്ങ് ചെയ്താ മതി.
കൽപ്പിച്ച് നടക്കുന്നല്ലാതെ എന്തെങ്കിലും പ്രിയങ്ക ചെയ്യുന്നുണ്ടോ നോക്കിയേ. രാധികയെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാനും കൂടായിരുന്നു. ഇതാ കുഴപ്പം. നിയന്ത്രണങ്ങൾ മറികടക്കുക. ഒളിഞ്ഞു നിന്ന് കാണാൻ പറഞ്ഞ അത് കണ്ടാ മതി. ഒന്ന് വൃത്തിക്ക് തുടക്കി. ദേ അവിടെയൊക്കെ നോക്ക്. ഒന്ന് തൂങ്ങി അങ്ങ് നിന്നോളും. എവിടെ കഴിഞ്ഞു? ആ, ദാ. ഇനി അപ്പുറത്തേക്ക് പോ. വാ. ദേ അവിടെയൊക്കെ തുടക്കി. അവിടെ. ചേച്ചി ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. ഉം. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യാതെ. മോളെ നീ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വീണേനെ. പിടിച്ചോ? ആര് പിടിച്ചു? അല്ല, ഞാൻ വീഴാൻ തുടങ്ങിയപ്പോ നീയല്ലേ പിടിച്ചേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.